ഗുഡ് മോർണിംഗ് വ്യൂയേഴ്സ്. ഞാൻ ഇന്നലെ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് എ പൂർ കൺട്രി. സോ ഇന്ത്യയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലുള്ള നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ യു ജസ്റ്റ് വാച്ച് ഒബ്സർവ് ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് ജസ്റ്റ് ലുക്ക് അറ്റ് ദം. ഐ ഫോൺ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, എസ്പെഷ്യലി ലേഡീസ്, ദേ ഹാവ് എ ഡിഫിഷ്യൻസി, ഫൊളൈറ്റ് ഡെഫിഷ്യൻസിയായി ഞാൻ കാണുന്നു. ഇത് വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണുന്നുണ്ട്, ഈ ഫൊളൈറ്റ് ഡിഫിഷ്യൻസി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് പ്രിഡോമിനൻ്റ്ലി നമ്മൾ വെജിറ്റേറിയൻ ഫുഡ്സാണ് കഴിക്കുന്നത്. ഈ വെജിറ്റേറിയൻ ഫുഡ്സ് കഴിക്കുന്ന സമയത്ത് അത് ലോങ് ടൈം ബോയിലിങ്, ഡീപ്പ് ഫ്രൈങ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ആണ് ഈ ഫൊളൈറ്റ് എന്ന് പറയുന്നത്, vitamin B9. ഇത് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയിപ്പോൾ. ഈ ഫോളിക് ആസിഡ് ഇസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു വൈറ്റമിനാണ് മനുഷ്യന് വേണ്ടുന്നത്. കാരണം അതിൽ എസ്പെഷ്യലി മെൻസ്ട്രേറ്റിംഗ് ലേഡീസ്, അത് എസ്പെഷ്യലി മെൻസ്ട്രേറ്റിംഗ് ലേഡീസിന് ഈ അനീമിക് ആവും, ദാറ്റ് ഈസ് ബ്ലീഡിങ് ചെയ്യുന്ന സമയത്ത്. സോ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ കുക്കിംഗ് മെത്തേഡ്സിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രൊളോങ് ബോയിലിങ്ങോ ഡീപ് ഫ്രൈയിങ്ങോ ആ സമയത്ത് അത് വൈറ്റമിൻസ്, വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഡിസ്ട്രോയ് ആയി പോകും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാണുന്നത് മെയിൻലി വരുന്ന ഈ നാവിൽ വരുന്ന ഇൻഫ്ലമേഷനാണ്. അതിന് ഗ്ലോസൈറ്റിസ് എന്ന് പറയും. ഈ ഗ്ലോസൈറ്റിസ് ആണ് അതിൻ്റെ ഒരു സിംറ്റംസ് എന്നറിയാൻ. പിന്നെ അത് ഉണ്ടാക്കുന്ന വേറെ പ്രോബ്ലം, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ബർത്ത് ഡിഫക്റ്റ്, ഇതുപോലത്തുള്ള പല കാര്യങ്ങൾ ലേഡീസിനുണ്ടാക്കും, കുട്ടികൾ ജനിക്കുന്ന സമയത്തായാലും ശരി. പിന്നെ ബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ അത് ഈ ബോൺ മാരോ, ഈ RBC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞങ്ങൾക്കറിയാലോ. സോ ബേസിക്കലി ബോൺ മാരോ ഡിഫക്റ്റീവ് RBC സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും മാഗ്ലോബ്ലാസ്റ്റിക് അനീമിയ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സോ അത് പ്രിഡോമിനൻ്റ്ലി ഞാൻ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യൻ ഡയറ്റ്, ഇങ്ങനെയുള്ള ഡയറ്റ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും. സോ അതിന് ഈ ഫോളിക് ആസിഡ് നമ്മൾ സപ്ലിമെൻറ്റ്സ് തന്നെ വാങ്ങിച്ച് കഴിക്കേണ്ടി വരും. സോ ദാറ്റ് മീൻസ് മാർക്കറ്റിൽ ഇപ്പം ബി കോംപ്ലെക്സ് വിൽക്കുന്നുണ്ട്. ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദി ആർ സെല്ലിങ് ബി കോംപ്ലെക്സ്. ചില കൂട്ട് വെറും ബി കോംപ്ലെക്സ് വിൽക്കുന്ന കമ്പനികൾ, ബി കോംപ്ലെക്സ് സിങ്ക് വിൽക്കുന്ന കമ്പനി, അത് വേറെ പ്രൈസ് ആയിരിക്കും. ബി കോംപ്ലെക്സ് സിങ്കിൻ്റെ കൂടെ വൈറ്റമിൻ സി ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് ചില കൂട്ടർ ബി കോംപ്ലെക്സ് വിത്ത് ഫോളിക് ആസിഡ് വെക്കുന്ന കമ്പനികളുണ്ട്. സോ അത് മോസ്റ്റ് ഓഫ് ദി കോമ്പിനേഷൻസ് ഞാൻ കാണുന്ന 1.5 മില്ലിഗ്രാംസ് ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഉള്ളൂ. അത് സെപ്പറേറ്റ് ആയിട്ട് ഫോളിക് ആസിഡ് 5 മില്ലിഗ്രാം തന്നെ വാങ്ങിച്ച് കഴിക്കുന്ന കൂട്ടർക്ക് ഇറ്റ് വിൽ ഗെറ്റ് ആഡിക്വേറ്റ് ഫോളിക് ആസിഡ് സപ്ലൈ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു തിങ്ങാണ്. നമ്മളെ എല്ലാ ആൾക്കാരും ഒരു ഏജ് കഴിഞ്ഞാൽ തന്നെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാവും. സോ എസ്പെഷ്യലി ലേഡീസ് ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കൺസേൺ ആണ് ഇന്ത്യയിൽ. സോ താങ്ക് യു. ദാറ്റ്സ്